ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സാബീസ് ക്രിയേഷൻസ് കേക്ക്സ്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒരു സൂപ്പർ സ്പെഷ്യൽ കുക്കീസിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. റിച്ചായ ബേൺഡ് ബട്ടർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ NYC സ്റ്റൈൽ ചോക്ലേറ്റ് ചങ്ക് കുക്കീസ് ഉണ്ടാക്കുന്നത്. മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ബട്ടർ ഒന്ന് ബേൺ ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ബ്രൗൺ ഷുഗറും വൈറ്റ് കാസ്റ്റർ ഷുഗറും മിക്സ് ചെയ്തിട്ട് അതൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മൂന്നും കൂടിയിട്ട് നല്ലോണം ഒന്ന് വിസ്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്ററൊന്നും വേണ്ട, നമുക്ക് വിസ്ക് വെച്ചിട്ട് ഈ മൂന്നും ഒന്ന് നല്ലോണം മിക്സ് ആവുന്ന രൂപത്തിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ എഗ്ഗാണ് ആഡ് ചെയ്യുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് ആയിരിക്കണം. ഇത് മൂന്നും ഒന്ന് നല്ലോണം ഒന്ന് വിസ്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫ്ലോറും ബേക്കിംഗ് പൗഡറും ഞാനൊന്ന് സിഫ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് 2 ബാച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ബാറ്റർ ഉള്ളത്. നമ്മൾ ഫ്ലോർ ആഡ് ചെയ്യുമ്പം അത് തിക്കായിട്ട് വരും. ഇപ്പോൾ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഞാൻ ഫ്ലോർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം ഒന്ന് കമ്പൈൻ ആവുന്നത് വരെ ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് സെക്കൻഡ് ബാച്ച് ഫ്ലോറും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലോറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാറ്റർ ഭയങ്കര തിക്കായിട്ട് വരും. നമ്മളൊരു നോർമൽ കുക്കീൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് വരും. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് ഫില്ലിങ് ഏത് ടൈപ്പ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ചോക്ലേറ്റ് ആണ് കൊടുക്കുന്നത്. നമ്മൾ പ്രീമിയം ചോക്ലേറ്റ്സ് തന്നെ കൊടുക്കുക. അതാകുമ്പം ഉള്ളിൽ ഗൂയി ആയിട്ട് വരും. ഇനി തിക്ക് പീസസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഞാൻ ചെറിയ പീസസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു NYC സ്റ്റൈൽ കുക്കീസിൽ സൈഡ് ഭയങ്കര ക്രിസ്പി ആയിരിക്കും. അതുപോലെ അതിൻ്റെ മിഡിൽ പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റും ഗൂയി ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ സ്പെഷ്യൽ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് തന്നെ നമ്മൾ ആ ബട്ടർ ബേൺ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് ഏത് ഫില്ലിങ് വേണമെങ്കിലും കൊടുക്കാം. ഇതൊരു ചങ്കി ടൈപ്പ് കുക്കീസ് ആണെങ്കിൽ ഉള്ളിൽ നമുക്ക് ലോട്ടസ് ബിസ്കഫ്, ന്യൂട്ടല്ല, അങ്ങനെ ഏത് നമ്മൾ ചോയ്സിനനുസരിച്ചിട്ട് ഏത് ഫില്ലിങ്ങും കൊടുക്കാം. നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 to 2 hours റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മളെ സൈസിനനുസരിച്ചുള്ള ബോൾസ് ആക്കിയിട്ട് മിനി ടൈപ്പിലും ചെയ്യാം, അല്ലെങ്കിൽ ബിഗ് സൈസിലും ഈ ഒരു കുക്കി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ബേൺഡ് ബട്ടറിൻ്റെ ഫ്ലേവർ കൊണ്ട് തന്നെ ഈ കുക്കീസിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ 12 to 13 മിനിറ്റ്സ് ആണ് കേട്ടോ എനിക്ക് ബേക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് കറക്റ്റായി എന്നറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എഡ്ജസ് ക്രിസ്പി ആയിരിക്കും, പക്ഷേ സെൻറ്റർ ഒരു ഗൂയി സോഫ്റ്റ് ടെക്സ്ചർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കീസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ടെമ്പറേച്ചർ ഒന്ന് ആറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. പല ടൈപ്പ് ബോക്സസ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഏത് ടൈപ്പ് പാക്കിംഗ് വേണമെങ്കിലും നമ്മളെ ചോയ്സിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് ഈ ഒരു കുക്കീസ് പാക്ക് ചെയ്യുന്നത്. ഈ ഒരു കുക്കീസ് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എക്സ്ട്രാ ഒരു ബ്രൗൺ ഷുഗർ മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും വീഡിയോയിൽ കണ്ട ഈ ഒരു മെത്തേഡിൽ ഈ ഒരു കുക്കീസ് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സാബീസ് ക്രിയേഷൻസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.